സോ അതുകൊണ്ടാണ് കോമൺ സെൻസ് കോമൺ അല്ലാത്തത്. കോമൺ സെൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തെ ക്ലിയർ ആയിട്ടും ഫെയർ ആയിട്ടും മനസ്സിലാക്കാനും ജഡ്ജ് ചെയ്യാനും പറ്റുന്നതിനെയാണ്. എന്നാൽ എല്ലാവർക്കും ഇതെല്ലാ സമയത്തും പറ്റണമെന്നൊന്നുമില്ല. അതായത് നമ്മൾ എല്ലാവർക്കും ഒരു ഐഡിയോളജി കാണും. ഈ ഐഡിയോളജിക്ക് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ സ്വന്തം ഐഡിയോളജീസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. സ്വാഭാവികം. ഇതിനെയാണ് ലിയോൺ ഫെസ്റ്റിഞ്ചർ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മളുടെ ഈ ഐഡിയോളജീസ് പലപ്പോഴും പ്രിജുഡൈസ്ഡ് ആണ്. കൾച്ചറിന്റെയും റിലീജിയന്റെയും മറ്റും ബേസിസിലായതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ളതും ഫാക്ച്വൽ അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത്. സോ ഇതിനെതിരെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫാക്ച്വൽ അല്ലാത്ത റീസണും ലോജിക്കും പ്രോപ്പർ അല്ലാത്തതോ ഇല്ലാത്തതോ ആയ ന്യായീകരണങ്ങളായിരിക്കും ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള ലോജിക്കൽ ആണെന്ന് തോന്നിക്കുന്ന എന്നാൽ ലോജിക്കൽ അല്ലാത്ത ന്യായീകരണങ്ങളെയാണ് ലോജിക്കൽ ഫാലസീസ് എന്ന് വിളിക്കുന്നത്. ലോജിക്കൽ ഫാലസീസിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. പിന്നീട് സ്റ്റോയിക്സ്, തോമസ് അക്വൈനസ്, പീറ്റർ ലബേലാർഡ് എന്നിവരും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഒബ്വിയസ് ആയിട്ടുള്ളതും മോസ്റ്റ്ലി കണ്ടുവരുന്നതുമായിട്ടുള്ള ലോജിക്കൽ ഫാലസീസിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തതാണ് സ്ലിപ്പറി സ്ലോ. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഹോമോസെക്ച്വാലിറ്റി ബയോളജിക്കലി നാച്ചുറലുമാണ്, അത് അങ്ങനെ തന്നെ കാണുമെന്ന് പറയുമ്പോൾ അപ്പോൾ ആനിമൽസിനെ കല്യാണം കഴിക്കുന്നതും പീഡോഫീലിയൊക്കെ ലീഗലാക്കേണ്ടി വരുമെന്നാണ് ആൾക്കാർ വാദിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ട് അഡൽട്സ് തമ്മിലുള്ള കോൺസെൻഷ്വൽ ആക്ടിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് തെന്നി മാറി ഒരു ന്യായമായ കാരണമോ ലോജിക്കോ ഇല്ലാതെ തന്നെ ആനിമൽസിനെ കല്യാണം കഴിക്കുന്നതും അബ്യൂസിനെ പറ്റിയിട്ടൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ യാതൊരു ലോജിക്കും ഇല്ല. അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളെടുത്തിട്ട് മറ്റൊരാൾ എന്ന് പറയാണ് ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നാളെ കാനിബലിസം ലീഗലാക്കേണ്ടി വരും. ഇതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അടുത്തതാണ് ഫോഴ്സ് ഡിലെമ. ഇപ്പോൾ ഒരു എൻഫോഴ്സ്ഡ് ഡ്രസ് കോഡ് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ പിന്നെ അവരെന്താ ബിക്കിനിട്ട് നടക്കണമെന്ന് ചോദിക്കുന്നതാണ് ഇത്. ഇവിടെ ആൾക്കാർ എക്സ്ട്രീംസിനെ പറ്റിയിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, as if there is nothing in between. അതായത് ഇപ്പോൾ ആരെങ്കിലും നമ്മളെടുത്ത് വെള്ളം സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ വെള്ളം കുടിക്കാതെ ചാകണമെന്ന് തിരിച്ചു ചോദിക്കുന്നോട്ടിരിക്കും. മറ്റൊന്നാണ് അഡ് ഹോമിനം ഫാലസി. ഒരു പേഴ്സണാലിറ്റിയോ ഒരു ഗ്രൂപ്പോ ഒരു വാദം അല്ലെങ്കിൽ ഒരു ഫാക്ട് മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു ലോജിക്കും കൂടാതെ ആ ഒരു ഇൻഡിവിജ്വലിനെയോ ഗ്രൂപ്പിനെയോ അബ്യൂസ് ചെയ്യുന്നതിനെയാണ് അഡ് ഹോമിനം ഫാലസി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പേഴ്സണൽ അറ്റാക്കോ അല്ലെങ്കിൽ അബ്യൂസീവായിട്ട് സംസാരിക്കുമ്പോഴോ ഇവർ വിചാരിക്കുന്ന ഇവരുടെ വാദം ശരിയാണെന്നാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വാദിക്കുന്നതേ ഇല്ല. ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ കുറെ പേര് അത് പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ട്രോളും. പക്ഷെ അത് ചെയ്ത ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് അത് നല്ല കാര്യമാകാതിരിക്കുന്നില്ലല്ലോ. വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ സമയത്തും ലോജിക്കൽ ആയിരിക്കാനായിട്ടൊന്നും പറ്റില്ല. വി ആർ അറ്റ് ടൈംസ് ഇമോഷണൽ. നിങ്ങൾ ഇമോഷണൽ ആയിരിക്കുമ്പോൾ തന്നെ യു ഷുഡ് ബി സെൻസിബിൾ. സോ ഒരാൾ നിങ്ങളോട് യുക്തിപൂർവ്വം സംസാരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചും യുക്തിപൂർവ്വമായിട്ട് തന്നെ സംസാരിക്കണം. സോ ഇതുപോലെ തന്നെ ഒരുപാട് ലോജിക്കൽ ഫാലസീസ് വേറെ ഉണ്ട്. ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചെന്നാൽ മതി, കണ്ടുപിടിക്കാനായിട്ട് പറ്റും.